മംഗളമാംഗല്യം മംഗസുമംഗലിക താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. കുടുംബങ്ങൾ തമ്മിലുള്ള ഒത്തുചേരൽ അവിസ്മരണീയമായി. അങ്കമാലി ചൈതന്യ റെസിഡൻസ് അസോസിയേഷന്റെ കുടുംബസംഗമവും പൊതുയോഗവും നടന്നു. കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം അകന്നുപോകുന്ന ഇക്കാലത്ത് ഒരു പരിധിവരെയെങ്കിലും അതിന് പരിഹാരം കണ്ടെത്തുന്നതാണ് റെസിഡൻസ് അസോസിയേഷനുകളുടെ പ്രവർത്തനം. ഇതിൽ മാതൃകാപരമായ മുന്നേറ്റമാണ് അങ്കമാലി SNDP ഓഡിറ്റോറിയത്തിന് സമീപത്തെ ചൈതന്യ റെസിഡൻസ് അസോസിയേഷൻ നടത്തിവരുന്നത്. അങ്കമാലി മേഖലയിൽ പൊതുരംഗത്ത് സജീവ സാന്നിധ്യമായ സാജു ചാക്കോ ചൈതന്യ റെസിഡൻസ് അസോസിയേഷന് നേതൃത്വം നൽകി വരുന്നു. അസോസിയേഷന്റെ പൊതുയോഗവും കുടുംബസംഗമവും മുഴുവൻ കുടുംബാംഗങ്ങളുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോയ് ഐനിയാടൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലാളിത്യം ഒരു പുണ്യമാണ്, അല്ലെ? ലാളിത്യം പുണ്യമാകുന്ന എപ്പോഴാണെന്നറിയാമോ? ഇപ്പൊ നോമ്പുകാലം കൂടിയാണ്. നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൻ്റെതാണ് ഈ നോമ്പുകാലമാണ്. ലാളിത്യം പുണ്യമാകുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പണമുണ്ടായിട്ടും അതിൻ്റെ ആർഭാടത്തിന് അനുസൃതമായി ജീവിക്കാതെ കുറച്ചും കൂടി എളിയ രീതിയിൽ ജീവിച്ച് നീക്കി വയ്ക്കുന്ന പണം പാവപ്പെട്ടവർക്ക് കൊടുക്കുക. അത് പണമാകണമെന്നില്ല, എൻ്റെ അറിവാകാം, എൻ്റെ സമയമാകാം. അങ്ങനെ വിവിധങ്ങളായ രീതിയിൽ നമുക്കിങ്ങനെ പങ്കുവെച്ച് കൊടുത്തുകൊണ്ടേയിരിക്കാൻ പറ്റും. ഇങ്ങനെ പങ്കുവെക്കുമ്പോൾ സന്തോഷം ഇരട്ടിയാകും. അസോസിയേഷൻ പ്രസിഡന്റ് സാജു ചാക്കോ അധ്യക്ഷനായിരുന്നു. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഇതെല്ലാം സാധിക്കും. അതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ വർഷം ആരംഭിച്ചപ്പോൾ, ഈ വർഷം ഈ പുതിയ ഭാരവാഹികൾ വന്നപ്പോൾ തന്നെ ഒരു പരസ്പര സഹായ നിധി എന്നൊരു പേരിൽ ഒരു പ്രോഗ്രാം നമ്മൾ ആലോചിച്ചുള്ളൂ. ഒരു 20 പേരെയെങ്കിലും നമുക്ക് ചേർത്ത് കഴിഞ്ഞാൽ സംഘടനയ്ക്ക് സ്വല്പം പണം ഉണ്ടാവും. എല്ലാം കൊണ്ടും നല്ലതാണെന്ന് തോന്നി അങ്ങനെ ഒരു പരിപാടി നമ്മൾ പ്രോഗ്രാം ചെയ്തു. പക്ഷേ അത് കണ്ടവരെല്ലാവരും അതിന് സഹകരിച്ചു. നമ്മുടെ അസോസിയേഷനിൽ നിന്ന് 56 പേര്, അല്ലെ? എത്ര പേരാ? 52 പേര് നമ്മുടെ ആ പരസ്പര സഹായ നിധിയിൽ സഹകരിച്ചു എന്നുള്ളത് വളരെ സന്തോഷപ്രദമാണ്. അസോസിയേഷൻ പരിധിയിലുള്ള 80 വയസ്സു തികഞ്ഞ അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ആകർഷകമായിരുന്നു. പൂമാ
അസോസിയേഷൻ സെക്രട്ടറി AD ജെയിംസ്, വൈസ് പ്രസിഡന്റ് സരസൻ, ട്രഷറർ റേച്ചൽ വർഗീസ്, ജോൺസൺ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ, പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവലേഴ്സ്, അങ്കമാലി.